നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മരണവാർത്ത. ഇടുക്കി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ രണ്ടുപേരെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ അരുവിക്കുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുക്കുന്നുവെന്ന പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഉച്ചയോടെത്തിയ പ്രാദേശിക TV ചാനൽ സംഘത്തിനുണ്ടായ സംശയമാണ്. ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും വെച്ചിരിക്കുന്നത് കണ്ടു. ആളെ കണ്ടതുമില്ല. മലിനജലം ഒഴുക്കുന്നത് കാണാതിരുന്നതിനെ തുടർന്ന് സംഘം മടങ്ങി. പിന്നീട് വൈകിട്ട് 4 മണിയോടെ വീണ്ടും ചാനൽ സംഘം എത്തി. അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെ സംശയം തോന്നി. തുടർന്നുള്ള അന്വേഷണമാണ് നടുക്കുന്ന ദുരന്തം പുറത്തു കൊണ്ടുവന്നത്. മുട്ടം MG എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി മുരിക്കാശ്ശേരി തേക്കിത്തണ്ട് കൊച്ചുകാരോട്ട് പരേതനായ ഷാജിയുടെ മകൻ ഡോണൽ ഷാജി 22 വയസ്സ്, 1ാം വർഷ സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിനി പത്തനാപുരം മഞ്ഞക്കാല തലവൂർ പള്ളിക്കിഴക്കേതിൽ റജി സാമുവലിന്റെ മകൾ അക്സ റജി 18 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രാദേശിക ചാനൽ സംഘത്തിലുണ്ടായ സംശയം പ്രദേശവാസിയായ സിനാജ് മലങ്കരയോട് വിവരം പറഞ്ഞു. ഇദ്ദേഹം വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തിയപ്പോഴും പാറയിലിരുന്ന ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരുന്നു. ഡോണലിന്റെയും അക്സയുടെയും സഹപാഠികളായിരുന്നു വിളിച്ചത്. അപ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെയാണ് കാണാതായതെന്ന് തിരിച്ചറിഞ്ഞത്. കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് സൂചന. തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ 2 ആൾ ആഴമുള്ള കുത്തിൽ നിന്നും ഡോണലിന്റെ മൃതദേഹം കണ്ടെത്തി. വൈകിട്ട് 7:50ഓടെ കുത്തിന്റെ താഴെ ഭാഗത്തു നിന്നും അക്സയുടെ മൃതദേഹവും കണ്ടെടുത്തു. അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്താണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഡോണലിന്റെ മാതാവ് ലിസി, സഹോദരൻ സോണച്ചൻ ജോപ്പി റെജിയാണ് മരിച്ച അക്സയുടെ അമ്മ. സഹോദരങ്ങൾ അസ്ന റെജി, അദീന റെജി. ഡോണലിന്റെ മൃതദേഹം വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെ നിന്നും അക്സയുടേത് 50 മീറ്ററോളം മാറിയുമാണ് ലഭിച്ചതെന്ന് തൊടുപുഴ അഗ്നിരക്ഷാ സേന അധികൃതർ പറഞ്ഞു. വലിയ പാറകളും കുഴികളും നിറഞ്ഞ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പരിചയമില്ലാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് സൂചന. വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും രാവിലെ പോയത്. രാവിലെ മുതൽ 2 പേരെയും കാണാനില്ലെന്ന് സഹപാഠികൾ തിരിച്ചറിഞ്ഞിരുന്നു. രാവിലെ മുതൽ സഹപാഠികൾ ഇവർക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഫോണുകളിലും ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെ ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഫോൺ കണ്ടെത്തി. ഇതോടെയാണ് അപകട വിവരം അറിയുന്നത്. കുത്തൊഴുക്കുള്ളതും നിരവധി കയങ്ങളുമുള്ള പ്രദേശമാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. ക്യാമ്പിന് പോയ കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പല സ്ഥലത്തും വിളിച്ചിരുന്നു. ഇതിനിടെ ഇന്നലെ രാവിലെ മുതൽ ഇവരുടേതെന്ന് കരുതുന്ന ബാഗും മറ്റും സ്ഥലത്ത് നാട്ടുകാർ കണ്ടിരുന്നു. പതിവായി ആളുകൾ വരുന്ന സ്ഥലമായതിനാൽ നാട്ടുകാർ ഇത് കാര്യമാക്കിയില്ല. ഇന്നലെ കോളേജിൽ അവധിയായിരുന്നു. ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നാണ് സൂചന.